നമസ്കാരം. ഫ്രാൻസിൽ ഈ സ്കൂട്ടറിന് തീപിടിച്ചതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ 4 പേർ മരിച്ചു. ഒരു 10 നില കെട്ടിടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ തീ പടർന്നു പിടിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കെട്ടിടത്തിൻ്റെ 4ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് മരിച്ചത്. ഈ കുട്ടിയുടെ കാലുകൾ ഒടിഞ്ഞതായും ദേഹം ആസകലം പൊള്ളലേറ്റതായും കണ്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മറ്റൊരു 15 വയസ്സുകാരൻ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലും കാണപ്പെട്ടിരുന്നു. താഴെ വീണ് മരിച്ച കുട്ടിയുടെ സഹോദരനാണ് ഈ 15കാരനെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. മറ്റ് 2 പേർ കൂടി മരിച്ചിട്ടുണ്ട്. 8ാം നിലയിൽ താമസിച്ചിരുന്ന ഒരു 87 വയസ്സുകാരിയും അവരുടെ മകനായ 59 വയസ്സുകാരനുമാണ് മരിച്ച മറ്റ് 2 പേർ. നിരവധി പേരെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരുടെ പരിക്ക് നിസ്സാരമാണ്. സ്കൂട്ടറിൽ നിന്ന് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. മണിക്കൂറുകളോളം അഗ്നിശമന സേനയും നാട്ടുകാരുമൊക്കെ പണിപ്പെട്ടിട്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിൽ ഈയിടെയായി തുടർച്ചയായി ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തി വലിയ തീപിടുത്തം ഉണ്ടാകുന്ന സംഭവങ്ങൾ നിരവധിയാണ്. പലപ്പോഴും ആളപായം പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വർഷം ആരംഭിച്ചത് മുതൽ ഇതേവരെ ഏതാണ്ട് 50ലധികം ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ചില സാങ്കേതിക തകരാറുകൾ തന്നെയാണ് ഇതിന് കാരണമെന്നും ഒരുപക്ഷെ ഇതിലുപയോഗിക്കുന്ന ബാറ്ററിയുടെ നിലവാരക്കുറവോ അതല്ലെങ്കിൽ അതിന് തകരാറ് സംഭവിക്കുകയൊക്കെ തന്നെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ഈ കെട്ടിടത്തിൻ്റെ പരിസരത്ത് യുദ്ധസമാനമായൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പലരും വലിയ നിലവിളിയും ഈ പൊട്ടിത്തെറിയുടെ ശബ്ദമൊക്കെ കേട്ടാണ് ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. വലിയ തോതിലുള്ള ഒരു തിരക്കാണ് ഈ മേഖലയിൽ ആ നേരത്ത് അനുഭവപ്പെട്ടത് എന്നാണ് അധികൃതർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും എല്ലാം എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ മരണസംഖ്യ കുറഞ്ഞത്. UK-യിലും ഇത്തരത്തിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പൊട്ടിത്തെറിച്ച് ഇപ്പോൾ പല സംഭവങ്ങളും ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ ഒരു വീട്ടിലാണ് ഇത്തരത്തിലുള്ള സ്ഫോടനം നടന്നത്. അവിടെയും സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. വീട്ടുകാരെല്ലാവരും പുറത്തു പോയിരുന്നത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പക്ഷേ ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. UK-യിലെ തന്നെ വളരെ പ്രശസ്തമായ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനി നിർമ്മിച്ച സ്കൂട്ടറാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയ കാലത്തുള്ള അത്രയും ജനപ്രീതി ഇല്ലാതാകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള തീപിടുത്തമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിലുപയോഗിക്കുന്ന ബാറ്ററിയെ സംബന്ധിച്ചും ഇതിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ നിരവധി സംശയങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. ലോക കോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ വാഹനങ്ങളെക്കുറിച്ച് പോലും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ വരികയും ജനങ്ങൾ പലപ്പോഴും ഇവരുടെ വാഹന ഷോറൂമുകൾ പോലും ആക്രമിക്കാൻ ചെയ്യുന്ന സംഭവങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഇപ്പോൾ ഈ മോട്ടോർ വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിൽ പല കമ്പനികളും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പലരും അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്.